അല്ല, കേരളം ഒരു ട്രയാങ്കുലർ കോണ്ടസ്റ്റിലേക്ക് തയ്യാറാണ് എന്നുള്ളതാണ് ഈ ഇലക്ഷൻ. അത് ഞാൻ തൃശ്ശൂർ മാത്രം വെച്ചിട്ട് പറയുന്നതല്ല. അല്ല, ഈ മാർജിൻ കുറഞ്ഞിട്ടുള്ള സ്ഥലങ്ങൾ എടുത്തു നോക്കുക. ഒന്ന് തിരുവനന്തപുരം, ഒന്ന് ആറ്റിങ്ങൽ, മാവേലിക്കര മാറ്റി വെച്ചോളൂ. മാവേലിക്കര ഓഫ് കോഴ്സ് 8 തവണ എം പി ആയാൾ വീണ്ടും എം പി ആകാൻ നോക്കുമ്പോൾ അവിടെ ഒരു നല്ലൊരു ഫൈറ്റ് നടന്നിട്ടുണ്ട്. അത് BJPയുടെയോ BDJSൻ്റെയോ ഒന്നും കൊണ്ടല്ല. പക്ഷെ നമ്മൾ പ്രധാനപ്പെട്ട മണ്ഡലം നോക്കിക്കഴിഞ്ഞാൽ തൃശ്ശൂരല്ല, തിരുവനന്തപുരം, ആറ്റിങ്ങൽ, അതേപോലെ തന്നെ ആലപ്പുഴ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു ശതമാനം 25-28% വോട്ടുകൾ അവർ ഒരു മെയിൻറ്റെയിൻ കൂട്ടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ BJPക്കൊരു ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നു, പണ്ട് നമ്മളൊരു മഞ്ചേശ്വരമോ അല്ലെങ്കിൽ തിരുവനന്തപുരത്തെ സെൻട്രൽ സീറ്റോ നിയമമൊക്കെ പറയുന്നതിനേക്കാൾ അപ്പുറത്തായിട്ട് BJPക്ക് ഇപ്പോൾ ഇവിടെ ശക്തമായ സ്വാധീനമുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. ഇതിൽ വരാൻ പോകുന്നൊരു ഇപ്പോൾ ഈ ക്രോസ് വോട്ടിംഗ് ഒക്കെ ഇത്രയും നാൾ നമ്മൾ എനിക്ക് തോന്നുന്നു ഇത്രയും നാൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഈ 2 പ്രമുഖ രാഷ്ട്രീയ കൊയിലീഷൻസ്, അതായത് UDF LDF നിലനിൽക്കുമ്പോൾ BJPക്ക് 8-9% ഒരു 20 വർഷം മുമ്പുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അത് കഴിഞ്ഞ് 12% ആവുന്നു. അപ്പോൾ അതൊരു 15% ആകുമ്പോൾ ആൾക്കാരെ ചോദിക്കും, ഇത് ഇവിടെ നിന്ന് അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തിയത് എങ്ങനെയാണെന്നൊക്കെ. കാരണം നമ്മൾ BJPനെ ഒരു നോർത്ത് ഇന്ത്യൻ പാർട്ടിയായിട്ട് കണക്കാക്കുന്നു. അവരിവിടെ വരുന്നു. അപ്പോൾ എന്തെങ്കിലും പല കാരണങ്ങളാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വോട്ടുകൾ അങ്ങനെ മാറിയിട്ടുണ്ട്, ഇല്ലയെന്നൊന്നുമില്ല. ചരിത്രത്തിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്, നമുക്ക് കണ്ടുപിടിക്കാനും പറ്റും. പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ അങ്ങനെ ഒരു ചർച്ചയ്ക്കൊരു പ്രാധാന്യമില്ല. കാരണം BJPയുടെ വോട്ട് ശതമാനം 18% ആയില്ലേ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ BJP ഇവിടുത്തെ എല്ലാവരും പറയുന്ന 20%, 22% വന്നാൽ അല്ലേ ഒരു ട്രയാങ്കുലർ കോണ്ടസ്റ്റ് ഉണ്ടാവുള്ളൂ എന്നാണ്. പക്ഷേ കേരളത്തിൻ്റെ പ്രത്യേക സാഹചര്യത്തിൽ നമുക്കൊരു 18% എന്ന് പറഞ്ഞൊരു ടേണിംഗ് പോയിൻ്റാണ്, ഒരു ടിപ്പിംഗ് പോയിൻ്റാണെന്ന് പറയാം. അപ്പോൾ BJPക്ക് ഇപ്പോൾ കേരളത്തിൽ എനിക്ക് തോന്നുന്നു ഏകദേശം 10-11 മണ്ഡലങ്ങളിൽ അവർ മുന്നിലാണ് എന്നുള്ളതാണ് പ്രാഥമികമായ കണക്കെടുപ്പ്. അതായത് നിയമസഭാ മണ്ഡലങ്ങളിൽ, പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ലയിൽ അവർ ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യുകയാണെങ്കിൽ നല്ല സാധ്യതയുണ്ട് പല മണ്ഡലങ്ങളിലും. ഇപ്പോൾ തന്നെ ഫസ്റ്റോ സെക്കൻഡോ ഒക്കെയാണ്. തൃശ്ശൂർ ഇപ്പോൾ സുരേഷ് ഗോപി ജയിച്ചുകൊണ്ട് തൃശ്ശൂരിലെ ചില മണ്ഡലങ്ങളിൽ അതിൻ്റേതായ അവർക്ക് നല്ല കാൻഡിഡേറ്റ്സ് വേണം. അപ്പോൾ നമ്മൾ BJPയുടെ പ്രകടനം നോക്കിക്കഴിഞ്ഞാൽ അതും ഒരു ഘടകമാണ്. BJPയുടെ സ്ട്രോങ് ലീഡേഴ്സ് അവർ നല്ലപോലെ വർക്ക് ചെയ്തു. ഇപ്പോൾ V മുരളീധരനൊക്കെ അവിടെ വർഷങ്ങളായിട്ട് ആറ്റിങ്ങൽ ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്തു. രാജീവ് ചന്ദ്രശേഖർ ഒരു നാഷണൽ ലെവലിലുള്ള ലീഡറെ കൊണ്ടുവന്നപ്പോൾ അതും വർക്കൗട്ട് ചെയ്തു. സുരേഷ് ഗോപി 5 വർഷമായിട്ട് അവർ വർക്ക് ചെയ്യുന്നു. അങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് അവർ വർക്ക് ചെയ്യുകയാണെങ്കിൽ അത് വലിയൊരു ചലഞ്ച് 2 കക്ഷികൾക്കും ഉണ്ട്. അത് പഴയതുപോലെ അല്ല, അതിന് നല്ല രീതിയിലുള്ള സാധ്യത കേരളത്തിലുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യപ്പെടാൻ പോകുന്നത്, നേരത്തെ എല്ലാവരും പറഞ്ഞിരുന്നത് ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യുന്നത് UDFനെയാണെന്നാണ്. പക്ഷേ എൻ്റെ ഒരു നിഗമനത്തിൽ ഹിന്ദു വോട്ട് എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് ഈഴവ കമ്മ്യൂണിറ്റിയുടെ വോട്ട്, അത് നമ്മൾ CSDSൻ്റെയൊക്കെ പഴയ സ്റ്റഡീസ് നോക്കിക്കഴിഞ്ഞാൽ 65% കേരളത്തിൽ ഈഴവ വോട്ടുകൾ പോകുന്നത് LDFനാണ്. അത് ഇപ്പോൾ കൺസോളിഡേറ്റ് ചെയ്യാണ്. ഒരു ഹിന്ദു വോട്ട് കൺസോളിഡേഷൻ കേരളത്തിൽ നടക്കുന്നുണ്ട് ഇൻ ഫേവർ ഓഫ് BJP. അത് അപ്പോൾ ആ ഹിന്ദു ഈഴവ വോട്ട് തന്നെയാണ് LDFൻ്റെ പ്രധാന സോഴ്സ്. ആ വോട്ട് അങ്ങോട്ട് ഡ്രിഫ്റ്റ് ചെയ്യുമ്പോൾ അത് LDFനെയാണ് അഫക്റ്റ് ചെയ്യാൻ പോകുന്നത്. കാരണം UDFനെ സംബന്ധിച്ച് മൈനോറിറ്റി സപ്പോർട്ട് കുറഞ്ഞാലും ഒരു മിനിമം അവർക്ക് എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കും. അത് LDFന് കിട്ടത്തില്ല. ഇപ്പോൾ മലബാർ നോക്കുക, മലബാറിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ വലിയ പരിശ്രമങ്ങൾ നടത്തിയിട്ട് പോലും മലബാറിലാണ് LDF വലിയ മാർജിനിൽ തോറ്റത്. അപ്പോൾ അതുകൊണ്ട് അത് കാണിക്കുന്നത് തന്നെ മൈനോറിറ്റീസിനെയൊക്കെ അട്രാക്റ്റ് ചെയ്യാൻ CPMന് ലിമിറ്റേഷനുണ്ട്. അപ്പോൾ ഇപ്പുറത്തെ ഭാഗത്തൊരു ഹിന്ദു വോട്ട് കൺസോളിഡേഷൻ നടക്കുകയും മൈനോറിറ്റി വോട്ട്സ് കുറേ അധികം UDFൽ തുടരുകയും ചെയ്യുമ്പോൾ LDF ആണ് ഇതിൽ ഇടയ്ക്ക് വിട്ട് അവരാണ് കൂടുതൽ അഫക്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ BJPക്ക് സുരേഷ് ഗോപിയുടെ വിജയത്തിൽ പല കാരണങ്ങളുണ്ട്. പക്ഷേ 75,000 വോട്ട് എനിക്ക് തോന്നുന്നില്ല സുരേഷ് ഗോപിയും വിചാരിച്ചിട്ടുണ്ടാവില്ല, കേരളത്തിലെ BJPക്കാരും വിചാരിച്ചിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ സംസാരിച്ചവരാരും എല്ലാവരും തന്നെ പറഞ്ഞത് അവരാരും ജയിക്കുമെന്ന് പോലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ജയിക്കുകയാണെങ്കിൽ തന്നെ 10,000 വോട്ടിന് ജയിക്കുമെന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ അതിൻ്റെ പുറകിൽ ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നതിൻ്റെ പുറകിൽ കുറേ വർക്ക് അദ്ദേഹം
വർഷങ്ങളായിട്ട് ചെയ്തിട്ടുമുണ്ട്. പെട്ടെന്നൊരു ഒരു സുപ്രഭാതത്തിൽ വന്ന് ചെയ്തതല്ലല്ലോ. അപ്പോൾ അതിനെ ഒരു മാതൃകയാക്കി BJP ഇവിടെ കുറച്ച് സീറ്റുകളിൽ മാത്രം ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപക്ഷെ നിയമസഭയിൽ 5-6 സീറ്റൊക്കെ ഒരു ചേഞ്ചായിട്ട് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പോൾ നമുക്ക് ഒന്നും റൂൾ ഔട്ട് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഒഡീഷയിൽ BJPക്ക് നേരത്തെ എത്ര സീറ്റ് ഉണ്ടായിരുന്നു? BJP ഭരിക്കാൻ പോകുന്നു അല്ലേ. തെലുങ്കാനയിൽ ഇപ്പോൾ മുഖ്യ പ്രതിപക്ഷമായി BJP മാറുന്നു, BRS അവിടെ പോകുന്നു. ഇത് തന്നെ ഞാൻ ഈ സംഘടനാ ശേഷിയെ പറ്റി നമ്മളെല്ലാ പാർട്ടികളെ പറ്റി പറയുമ്പോൾ ഞാൻ എടുത്തു പറയുന്നൊരു കാര്യം അതാണ്. വിജയവും പരാജയവും എല്ലാം സംഘടനാ ശേഷിയാണ് നിങ്ങളെ സ്ഥായിയായിട്ട് പൊളിറ്റിക്സിൽ നിലനിർത്തിക്കൊണ്ട് പോവുക. ബാക്കിയുള്ള വിജയവും പരാജയവും എല്ലാം ആ സമയത്ത് നടക്കുന്ന ചില കാര്യങ്ങളും കൂടി പ്രതിഫലിക്കും. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് വളരെ ഫേവറബിളായിട്ട് കാര്യങ്ങൾ, ഇപ്പോൾ ശബരിമലയിലെ ഇഷ്യൂ കേരളത്തിൽ, അന്നേരം ശബരിമലയിൽ ഇഷ്യൂ ഉണ്ടായിരുന്നത് UDFന് അനുകൂലമായി അല്ലെങ്കിൽ LDFന് പ്രതികൂലമായി, UDFന് അനുകൂലമായതിനേക്കാളും കൂടുതലായിട്ട്. അപ്പോൾ അത് സംഘടനാ ശേഷിയില്ലെങ്കിലും ചിലപ്പോൾ ആ വോട്ട് മറിയും. പക്ഷേ ഇവിടെ അങ്ങനെയല്ലല്ലോ. ഇവിടെ സംഘടനാ ശേഷി വേണം. അത് BJPക്ക് സംഘടനാ ശേഷി ബിൽഡ് ചെയ്യാനുള്ള അവർക്കൊരു കേഡറുണ്ട്, മെക്കാനിസം ഉണ്ട്, ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും അവർക്കതിൽ. അത് നമ്മുടെ രാഷ്ട്രീയ കക്ഷികൾ മനസ്സിലാക്കിയില്ലെങ്കിൽ അത് വലിയ പരാജയമായിരിക്കും. 20 സീറ്റിൽ ഒരേ ഒരു സീറ്റ് ആലത്തൂർ രാധാകൃഷ്ണൻ ജയിച്ചപ്പോൾ അതിൽ തന്നെ ഉണ്ട് പാർട്ടിക്കൊരു ലെസൺ. രാധാകൃഷ്ണൻ്റെ വിജയം എനിക്ക് തോന്നുന്നു രാധാകൃഷ്ണൻ്റെ പേഴ്സണാലിറ്റി കൊണ്ടുള്ളൊരു വിജയമാണ്. രാധാകൃഷ്ണൻ എങ്ങനെയാണൊരു കമ്മ്യൂണിസ്റ്റ് നേതാവ് പ്രവർത്തിക്കേണ്ടത് എന്നുള്ളത് രാധാകൃഷ്ണനിലൂടെ പാർട്ടി പഠിച്ചില്ലെങ്കിൽ അതാണ് അതിൻ്റെ സൂചന. അതായത് നമ്മൾ 20 സീറ്റിലും വലിയ മാർജിനിൽ പ്രതിപക്ഷം ജയിക്കുമ്പോൾ, ഇൻക്ലൂഡിങ് BJP പോലും ജയിക്കുമ്പോൾ, രാധാകൃഷ്ണൻ അവിടെ 500-600 വോട്ടിനല്ല ജയിച്ചത് അല്ലേ, 27,000 വോട്ടിനാണ് ജയിച്ചത്. അത് കൺസിസ്റ്റൻ്റ് ആയി അദ്ദേഹം ലീഡ് നിലനിർത്തുകയും ചെയ്തു എല്ലാ റൗണ്ടിലും. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ജനം ആഗ്രഹിക്കുന്നൊരു കമ്മ്യൂണിസ്റ്റുകാരനുണ്ട്, ഒരു ഇടതുപക്ഷക്കാരനുണ്ട്. അത് രാധാകൃഷ്ണനിലാണ് അവർ കണ്ടത് കേരളത്തിൽ. അത് പാർട്ടിക്ക് അപ്പുറത്തുള്ളൊരു വോട്ടാണ്. അതേപോലെ 20 സ്ഥലങ്ങളിലും അവർക്ക് അതേപോലെ രാധാകൃഷ്ണനെ പോലുള്ള പേഴ്സണാലിറ്റിയുള്ള ആൾക്കാരുണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ, അത് ഒരു പേഴ്സണാലിറ്റി മാത്രം വെച്ചിട്ട് ഞാൻ പറയല്ല, പക്ഷെ അതിലൊരു സൂചനയുണ്ട്, അതിലൊരു സന്ദേശം ഉണ്ടെന്നാണ് ഞാൻ പറയുന്നത്. രാധാകൃഷ്ണൻ ജയിച്ചത് എന്തുകൊണ്ട് ഇത്രയും മലവെള്ളപ്പാച്ചിലിൽ രാധാകൃഷ്ണൻ പിടിച്ചു നിന്നു എന്നുള്ളത് മാത്രമല്ല, രമ്യയും അവിടെ പോപ്പുലർ അല്ലായിരുന്നു എന്നും ഞാൻ പറയുന്നില്ല. രമ്യ 53% കിട്ടി ജയിച്ച ഒരു കാൻഡിഡേറ്റാണ്, 1.5 ലക്ഷം വോട്ടിന് ജയിച്ച കാൻഡിഡേറ്റാണ്. അപ്പോൾ അതിനെയും മറികടന്ന് രാധാകൃഷ്ണൻ ജയിച്ചു എന്ന് പറയുമ്പോൾ രാധാകൃഷ്ണൻ്റെ പോപ്പുലാരിറ്റിയാണ്. അതൊരു പാഠം നമ്പർ 1, ലെസൺ നമ്പർ 1 CPM. എങ്ങനെയായിരിക്കും ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ്? പലരും പറയുന്ന അരഗൻസ്, പലരെ പറ്റി പറയുന്ന അരഗൻസ്, ഇതൊന്നും ഇല്ലാത്തൊരു രാഷ്ട്രീയ നേതാവാണ് അദ്ദേഹം. തികച്ച കമ്മ്യൂണിസ്റ്റുകാരനാണ്. രണ്ടാമത്തത് എനിക്ക് തോന്നുന്നു ഈ കമ്മ്യൂണിസ്റ്റ്, ഇപ്പോൾ ലോക്സഭയിലേക്കുള്ള കാര്യം തന്നെ നോക്കുക. നമ്മൾ 2 സീറ്റുകൾ തമിഴ്നാട്ടിൽ ജയിച്ചിരിക്കുന്നു, കേരളത്തിൽ 1 സീറ്റ് ജയിച്ചിരുന്നു, രാജസ്ഥാനിൽ 1 സീറ്റ് ജയിച്ചിരിക്കുന്നു. രാജസ്ഥാനിലും വലിയ സംഘടനാ പ്രവർത്തനമില്ല, തമിഴ്നാട്ടിൽ സംഘടനാ പ്രവർത്തനമില്ല. ഒരുപക്ഷെ നാളെ ലോക്സഭയിലെ പ്രധാന നേതാവാകാൻ പോകുന്നത് ആദ്യമായി കേരളത്തിൽ നിന്നോ ബംഗാളിൽ നിന്നുള്ള ആളല്ല, തമിഴ്നാട്ടിൽ നിന്നുള്ള ആളായിരിക്കും അവിടെ നേതാവായിട്ട് മാറുന്നത്. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ ഭാവി എന്ന് പറയുന്നത് കോയിലേഷനിൽ നിന്ന് എത്ര നാൾ ജയിക്കാൻ പറ്റുന്നുള്ള കാര്യം സംശയം. ഈ പ്രാവശ്യം തന്നെ DMK അവിടെ സീറ്റ് കൊടുക്കുന്നതിൽ അവർക്ക് അതൃപ്തി ഉണ്ടായിരുന്നു. പിന്നെ സ്റ്റാലിൻ മുൻകൈ എടുത്ത് സീറ്റ് കൊടുത്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ കേരളത്തിലാണ്, ഇപ്പോൾ ബംഗാളിൽ ഇപ്പോഴും ജയിച്ചിട്ടില്ല. അപ്പോൾ ബംഗാളിലെ പാഠം കേരളത്തിലെ ആൾക്കാർ ഉൾക്കൊണ്ടിട്ടുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. കാരണം നമ്മളിപ്പോൾ കമ്പാരിസൺ നടത്തേണ്ടത് ബംഗാളിൽ 2 ലക്ഷത്തിൽ അവർ ജയിക്കുന്നില്ല, കേരളത്തിൽ 2 ലക്ഷം 1 സീറ്റ് വാങ്ങിക്കുന്നു. അപ്പോൾ ഏകദേശം സൂചന എല്ലാം സെയിമാണ്. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രങ്ങളും കമ്മ്യൂണിസ്റ്റ് രീതികളുമെല്ലാം കാലാനുസൃതമായി ഉടച്ചു വാർക്കേണ്ട ഒരു സമയമുണ്ട്. അതൊന്ന്. പിന്നെ മൂന്നാമത്, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ ആ പഴയ ചട്ടക്കൂടൊന്നും ഇന്നത്തെ പുതുതലമുറയ്ക്ക് അധികം താല്പര്യം ഉണ്ടാവണമെന്നില്ല. അത് കാലം മാറി, താല്പര്യങ്ങൾ മാറി, ആളുകളുടെ പ്രശ്നങ്ങളും മാറി. ഇപ്പോൾ പഴയ രീതിയിലുള്ളൊരു കർഷക പ്രശ്നത്തിലൊന്നും ഇടപെട്ടുകൊണ്ട് കേരളത്തിലൊന്നും, കാരണം ഇവിടെ ആരും കർഷകരും ഇല്ല, അല്ലെങ്കിൽ ഉള്ളവർ തന്നെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. അപ്പോൾ കാലാനുസൃതമായി രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ എങ്ങനെ അവരുടെ ഐഡിയോളജി എല്ലാം റിഫൈൻ ചെയ്യണു എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേരളത്തിലെ ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ ഞാനതിനെ പറ്റി പഠിക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത്, നമ്മൾ യൂറോപ്പിലൊക്കെ ഗ്രീൻ പാർട്ടി, സോഷ്യൽ ഡെമോക്രാറ്റ്സ് എന്നൊക്കെ പറയും.
സോഷ്യൽ ഡെമോക്രറ്റ്സ് അവർ ലെഫ്റ്റ് ഓറിയൻറ്റഡ് ആണ്, ലെഫ്റ്റ് ലിബറൽസ് ആണ്, പക്ഷേ റൈറ്റ് ബേസ്ഡ്, ഗ്രീൻ, എൻവിറോൺമെൻറ്റ്, ജെൻഡർ റൈറ്റ്സ്, ഇതിലൊക്കെയാണ് അവർ ഫൈറ്റ് ചെയ്യുന്നത്. ആ രീതിയിലേക്കാണ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാറേണ്ടത്. അതിന് ഏറ്റവും നല്ലൊരു സ്ഥലം എന്ന് പറയുന്നത്, കാരണം നമ്മൾ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു എക്കണോമിയിലാണ് കേരളം നിൽക്കുന്നത്. അപ്പോൾ ആ കേരളത്തിലാണ് ഇങ്ങനെയുള്ളൊരു സോഷ്യൽ ഡെമോക്രാറ്റിക് രീതിയിലേക്ക് ട്രാൻസ്ഫോർമേഷൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് സാധിക്കുന്നത്. അതിന് ഇവർ തയ്യാറായില്ലെങ്കിൽ, മാത്രമല്ല ഇങ്ങനെ ഇപ്പോൾ ഞാൻ എപ്പോഴും കഴിഞ്ഞ കുറേ ചർച്ചകളിൽ പറയുന്നത്, ആൻറ്റി ഗവൺമെൻറ്റിനേക്കാളും കൂടുതലുള്ളൊരു ഫീൽ ആൻറ്റി CM ആയിരുന്നു കേരളത്തിൽ. അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ പോലും സുധാകരൻ ലീഡ് ചെയ്തു എന്ന് പറയുന്നത്. അപ്പോൾ എവിടെയാണ് പിഴച്ചതെന്നുള്ളത് പാർട്ടി ചട്ടക്കൂടിൽ നിന്ന് തന്നെ അവർക്ക് പ്രതിഫലിപ്പിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, അതിനെ റിഫ്ലക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അവരുടെ ഭാവി വളരെ പ്രശ്നമാണ്. പക്ഷേ അവർക്ക് ആകെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, കോൺഗ്രസും കേരളത്തിൽ അത്ര സ്ട്രോങ് ഒന്നുമല്ല സംഘടനാശേഷിയിൽ. അപ്പോൾ ആളുകൾ അവസാനം ലോക്കൽ ഇലക്ഷനും ലോക്സഭ ഇലക്ഷനും രണ്ടായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് നമുക്ക് ലോക്സഭയിൽ കോൺഗ്രസ് ജയിച്ചു എന്നതുകൊണ്ട് CPM ഇനി ജയിക്കത്തില്ല എന്നൊന്നും ഞാൻ പറയത്തില്ല. കാരണം 2021 നമ്മുടെ മുന്നിലുണ്ട്, 2020 പഞ്ചായത്ത് ഇലക്ഷൻ നമ്മുടെ മുന്നിലുണ്ട്. 2025 പഞ്ചായത്ത് ഇലക്ഷൻ ആയിരിക്കും ഒരുപക്ഷെ ഏറ്റവും വലിയ ചലഞ്ച് പാർട്ടിക്ക് മുന്നിൽ. കാരണം ഇവിടെ സാധാരണ നമ്മുടെ കഴിഞ്ഞൊരു 20 വർഷമായിട്ട് കാണുന്നൊരു കാര്യം, പഞ്ചായത്ത് ഇലക്ഷന് ജയിക്കുന്ന ആൾക്കാരാണ് തൊട്ടടുത്ത വർഷം ഇമ്മീഡിയറ്റായിട്ട് വരുന്ന, ഒരു വർഷത്തിനുള്ളിൽ വരുന്ന നിയമസഭയിലും ജയിക്കുന്നത്. പഞ്ചായത്ത് ഇലക്ഷനിലേക്ക് പുറകോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ പാർട്ടിക്കൊരു തിരിച്ചുവരവ് പെട്ടെന്നുണ്ടാവില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.